ദിവസത്തെ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ആശ്വാസമായിരിക്കുകയാണ് റിപ്പോർട്ടറിന്റെ ലോക്കൽ ഫോക്കസിന്റെ ഇടപെടൽ. ഫാനുകൾ തകരാറിലായതോടെ യാത്രക്കാർ കൊടും ചൂടിൽ വിയർത്തിരുന്ന് വലയുന്ന റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗതാഗത മന്ത്രി തന്നെയാണ് പുതിയ ഫാനുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസിന്റെ ഇമ്പാക്റ്റ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിനകത്തെത്തുന്ന ഈ യാത്രക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ലോക്കൽ ഫോക്കസിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാന വിഷയം യാത്രക്കാർ ഉന്നയിച്ചത് ഇവിടെ ചൂട്, അതായത് പുറത്ത് വലിയ ചൂടാണ്. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്ന യാത്രക്കാർ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് കാറ്റ് കൊള്ളാൻ ഒരു വഴിയുമില്ല. കാരണം ഇത് അടച്ചു കെട്ടി നിർമ്മിച്ച കെട്ടിടമായതിനാൽ പുറമെ നിന്ന് കാറ്റ് കയറില്ല. ഇവിടെയുള്ള ഫാനുകളാണെങ്കിൽ എല്ലാം തന്നെ കംപ്ലൈൻ്റായി കിടക്കുകയായിരുന്നു. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ യാത്രക്കാരൊക്കെ തന്നെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം വേർത്ത് കുളിച്ചിരിക്കുന്നു, കാറ്റ് കൊള്ളാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉള്ള ഫാനുകളൊക്കെ തന്നെ തകരാറിലായി പ്രവർത്തിക്കാതെ കിടക്കുകയായിരുന്നു. നമ്മൾ ആ വാർത്ത ലോക്കൽ ഫോക്കസ് വഴി പുറത്തേക്ക് വിട്ട ഉടനെ തന്നെ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ ഇടപെടുകയും KSRTC ടെർമിനൽ കെട്ടിടത്തിന്റെ നടത്തിപ്പുകാരായ KTDFCയോട് അടിയന്തരമായി പുതിയ ഫാനുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോഴിതാ പുതിയ ഫാനുകൾ ഈ KSRTC സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ആ പുതിയ ഫാനുകളൊക്കെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള 8 പുതിയ ഫാനുകളാണ് ഇപ്പോൾ KSRTC സ്റ്റാൻഡിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും യാത്രക്കാർക്ക് ആശ്വാസം നൽകിയില്ലെങ്കിലും വലിയൊരു താൽക്കാലിക ആശ്വാസമാണ്. കാരണം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന യാത്രക്കാർ, വേർത്ത് കുളിച്ചെത്തുന്ന യാത്രക്കാർ ഒരു 5-10 മിനിറ്റ് കാത്തിരുന്നാൽ അവർക്ക് ഇവിടെ നിന്നുള്ള ബസ് കിട്ടും. അതുവരെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഈ ഫാനിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 8 പുതിയ ഫാനുകളാണ് റിപ്പോർട്ടർ TV വാർത്തയെ തുടർന്ന് മന്ത്രി ഇടപെട്ട് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു തൽക്കാലം ഒരു 8 എണ്ണം ഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും ഫിറ്റ് ചെയ്യും. ചേട്ടാ, ഫാനൊരു ആശ്വാസമായോ? കുറച്ച് ആശ്വാസമുണ്ട്. ഭയങ്കര ചൂടാണ്ട്, വേർത്ത് കുളിച്ചു പോയി. പുതിയതായിട്ട് വെച്ച ഫാനാണ്. കഴിഞ്ഞ ദിവസം ഫാൻ ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നാ കണ്ടില്ലേ, വേർത്ത് കുളിച്ച് വന്നപ്പോൾ ആശ്വാസം, നല്ല കാറ്റ്. കഴിഞ്ഞ ദിവസം ഒരു ഫാൻ ഉണ്ടായിരുന്നു, പക്ഷേ കറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്ന മാറ്റമാണല്ലേ? നമ്മൾ വാർത്ത കൊടുത്തിട്ട് മന്ത്രി ഇടപെട്ടാണ് ഫാൻ ഫിറ്റ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, നല്ല തീരുമാനം തന്നെയാണ്. നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടോ യാത്രാക്ലേശങ്ങളും പല ബുദ്ധിമുട്ടുകളും. അത് മാധ്യമപ്രവർത്തനത്തിൽ നിങ്ങളിത് ഇടപെട്ട് ഇതുപോലത്തെ ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തണം. വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. നല്ലൊരു കാര്യമാണ്. ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്തും ഇത്തരത്തിലൊരു ഫാൻ ഇല്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനത്തെ എല്ലായിടത്തും ഫാൻ വയ്ക്കുന്നത് ജനങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. നമ്മളൊക്കെ നേരത്തെ വേണമായിരുന്നു, കുറച്ച് നേരത്തെ ആവണമായിരുന്നു. ഞാൻ ഇന്നാളൊരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഫാൻ ഒട്ടും കറങ്ങുന്നുണ്ടായിരുന്നില്ല. ഫാനിൻ്റെ ചുവട്ടിൽ ഞാൻ സാധാരണ ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ ഫാനിൻ്റെ താഴെയാണ് കൂടുതൽ നിൽക്കാറ്. ഇന്നാളൊരു ദിവസം നോക്കുമ്പോൾ ഫാനൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, സ്വിച്ച് പോലും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ആശ്വാസമുള്ള കാര്യമാണ്. ഈ നല്ല ചൂടുള്ള സമയമല്ല കേരളത്തിൽ, വേനൽ മഴ പോലും എത്തിയിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇത് ഒരു എടുത്ത് കൊണ്ടുപോയി മുകളിലേക്ക് കൊണ്ടുപോയി മിനിസ്ട്രി ലെവലിൽ കൊണ്ടുപോയി അതിനൊരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് വലിയ സംഭവമാണ്. അപ്പോൾ റിപ്പോർട്ടർ ചാനൽക്ക് ഒരു നന്ദിയായിരിക്കുകയാണ്. ഏതായാലും ചൂടിന് ആശ്വാസമായി ഫാനുകൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും പരിഹരിക്കേണ്ട നിരവധി വിഷയങ്ങൾ ഈ സ്റ്റാൻഡിനകത്തുണ്ട്. കാറ്റും വെളിച്ചവും കയറാൻ കഴിയാത്ത രീതിയിലുള്ള നിർമ്മാണ രീതിയാണ്. കെട്ടിടത്തിൻ്റെ ബലക്ഷയമുണ്ട്, അതൊക്കെ തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിരുന്നു അല്പം കാറ്റ് കിട്ടുക എന്നത്. അതിന് പരിഹാരമായിട്ടാണ് ഇത്തരത്തിൽ 8ഓളം ഫാനുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് ഇതിന് മുൻപുണ്ടായിരുന്ന ഫാനുകൾ ഇവിടെ എത്തിയ പലതരത്തിലുള്ള യാത്രക്കാർ നശിപ്പിച്ചെന്നാണ് പറയുന്നത്. കാരണം ഇവിടേക്ക് നോക്കിയാൽ യാത്രക്കാർക്ക് ഈ സ്വിച്ചുകൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. സ്വിച്ച് ഇടാനും ഓഫാക്കാനൊക്കെ തന്നെ കഴിയും. സെൻട്രലൈസർ സിസ്റ്റം ഉണ്ടെങ്കിലും ഓരോ ഫാനിനും സെപ്പറേറ്റ് സ്വിച്ചുകളുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കയ്യെത്തുന്ന ദൂരത്തിലാണ് ഈ ഫാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് യാത്രക്കാർ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഫാനുകൾ ഇവിടെ ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുവഴി വന്നു പോകുന്ന 1,00,000-ലധികം വരുന്ന യാത്രക്കാർക്ക് ഈ ഫാനുകൾ ഉപയോഗിക്കാൻ, അതിന് കാറ്റ് കിട്ടണമെങ്കിൽ ഇത് സുരക്ഷിതമായി ഇവിടെ ഇരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവനക്കാർ മാത്രമല്ല യാത്രക്കാർ കൂടി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും റിപ്പോർട്ടർ TVയുടെ ലോക്കൽ ഫോക്കസ് വഴി നാട്ടുകാർക്ക് ഇങ്ങനെയൊരു ആശ്വാസമുണ്ടായതിൽ നമുക്കും സന്തോഷമുണ്ട്. ശരിയാണ് സിനോജ് പറഞ്ഞതുപോലെ, വലിയ സന്തോഷമുണ്ട്. ഏതായാലും ആറ്റുനോറ്റ് കിട്ടിയ ഫാനാണ്, അത് കുത്തിപ്പൊട്ടിക്കരുത്, അത് പൊന്നുപോലെ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് യാത്രക്കാരോടും പറയാനുള്ളത്. ഏതായാലും മന്ത്രിയുടെ ഇടപെടലിന് ഞങ്ങളും നന്ദി അറിയിക്കുകയാണ്. താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു KSRTC കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തുന്ന ഏതാണ്ട് 1,00,000-ഓളം വരുന്ന യാത്രക്കാർക്ക്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നതും പുതിയ ഫാനുകൾ സ്ഥാപിച്ചിരിക്കുന്നതും. പഴയ കേടുവന്ന ഫാനുകൾ ഇപ്പോൾ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് എത്തുന്നതോടുകൂടി യാത്രക്കാരുടെ പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവിടെ പരിഹാരമാകേണ്ട മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിൽ കൂടി മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.